ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. 3ാം ക്ലാസ്സിലെ എല്ലാ കൂട്ടുകാർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഓക്കെ, ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മുടെ ഇംഗ്ലീഷിലെ പുതിയ പാഠഭാഗമായിട്ടുള്ള 3ാമത്തെ യൂണിറ്റിലെ ഏതാണ് 3ാമത്തെ യൂണിറ്റ്? ബ്ലൂംസ് ആൻഡ് ബ്രീസ് അല്ലേ, അതിലെ ആക്ടിവിറ്റീസാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ പാഠഭാഗം നമ്മളെല്ലാം വായിച്ചു, നമുക്കെല്ലാം മനസ്സിലായി. ഇനി നമുക്കതിലെ ആക്ടിവിറ്റീസ് നോക്കാം. കൂട്ടുകാർ റെഡിയാണോ? First activity, identify and write the lines from the poem related to the pictures given below. താഴെ കുറച്ച് പിക്ചേഴ്സ് തന്നിട്ടുണ്ട്, അത് റിലേറ്റ് ചെയ്തിട്ടുള്ള ലൈന് നമ്മുടെ നേരെ മുകളിൽ കൊടുത്തിട്ടുള്ള ആ ഒരു പോമിൽ നിന്ന് എടുത്ത് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ഫസ്റ്റ് പിക്ചർ എന്താണ്? കുറച്ച് ട്രീസൊക്കെ ഉള്ളതാണ് അല്ലേ. അപ്പോൾ അവിടെ എന്തായിരിക്കും? ദ ബ്യൂട്ടി ഓഫ് ദ ട്രീസ്. എന്താണ്? ദ ബ്യൂട്ടി ഓഫ് ദ ട്രീസ്. ദെൻ നെക്സ്റ്റ് എന്താണ്? ഒരു ഫ്ലവറാണ് തന്നിട്ടുള്ളത് അല്ലേ, അതിൽ കുറച്ച് ഡ്രോപ്സ് ഒക്കെ കാണുന്നുണ്ട്. അപ്പോൾ അതേതാണ് ലൈന്? ദ ഡ്യൂ ഡ്രോപ്സ് ഓൺ ദ ഫ്ലവർ. ഓക്കെ, ദ ഡ്യൂ ഡ്രോപ്സ് ഓൺ ദ ഫ്ലവർ. നെക്സ്റ്റ് നമുക്ക് തന്നിട്ടുണ്ട് എന്താണ്? ദ സമ്മിറ്റ് ഓഫ് ദ മൗണ്ടെയിൻ. ഓക്കെ, ദ സമ്മിറ്റ് ഓഫ് ദ മൗണ്ടെയിൻ. ഇനി നമുക്ക് സെക്കൻഡ് ആക്ടിവിറ്റി നോക്കാം. ആക്ടിവിറ്റി നമ്പർ 2, read what Dorothy has written about her pet. നമുക്കറിയാം നമ്മുടെ ഡൊറോത്തിക്ക് ഒരു പെറ്റ് ഉണ്ടായിരുന്നു അല്ലേ. അപ്പോൾ ഡൊറോത്തി ആ പെറ്റിനെ കുറിച്ച് എഴുതിയ കുറച്ച് ലൈൻസ് ആണ് താഴെ തന്നിട്ടുള്ളത്. ടോട്ടോ ഈസ് മൈ പെറ്റ് ഡോഗ്. ഹി ഈസ് വെരി ഫ്രണ്ട്ലി. ഹി ഈസ് സോ ലോയൽ. ടോട്ടോ ലൈക്സ് പ്ലേയിങ് വിത്ത് മീ. ഹി ലൈക്സ് ടു ഈറ്റ് മീറ്റ്. ഹി വാക്സ് ഹി സ്റ്റൈൽ ഓൾവേസ്. ഇതാണ് അപ്പോൾ തൊറോത്തിയുടെ പെറ്റായിട്ടുള്ള ടോട്ടോനെ കുറിച്ച് എഴുതിയിട്ടുള്ളത്. ഡ്രോ യുവർ പെറ്റ് ആൻഡ് ഡിസ്ക്രൈബ് അബൌട്ട് ഇറ്റ്. നിങ്ങൾ നിങ്ങളുടെ പെറ്റിനെ വരയ്ക്കുക, അതുപോലെ ആ പെറ്റിനെ കുറിച്ച് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇവിടെ പറഞ്ഞിട്ടുള്ള പെറ്റ് ക്യാറ്റിനെ കുറിച്ചിട്ടാണ്. അപ്പോൾ കൂട്ടുകാർ ആ ബോക്സിൽ ക്യാറ്റിൻ്റെ ഒരു പിക്ചർ വരച്ചു കൊടുക്കുക. ഓക്കെ, മൈ പെറ്റ്. പിന്നെ എന്താ എഴുതാം? കിറ്റി ഈസ് മൈ പെറ്റ് ക്യാറ്റ്. കിറ്റി എന്താണ്? എൻ്റെ പെറ്റ് ക്യാറ്റാണ്. ഹി ഈസ് വെരി ഫ്രണ്ട്ലി. വളരെ ഫ്രണ്ട്ലിയാണ്. ഹി ഈസ് സോ ലോയൽ. വളരെ ലോയലായിട്ടുള്ള വളരെ ബിറ്റി ആയിട്ടുള്ള ഒരു ക്യാറ്റാണ്. ദെൻ കിറ്റി ലൈക്സ് പ്ലേയിങ് വിത്ത് മീ. ഹി ലൈക്സ് ടു ഈറ്റ് മീറ്റ്. എന്താണ്? കിറ്റിക്ക് എൻ്റെ കൂടെ കളിക്കാൻ ഇഷ്ടമാണ്. കിറ്റി മീറ്റൊക്കെ കഴിക്കാറുണ്ട്. ഹി വിൽ മേക്ക് എ സൗണ്ട് മ്യോ മ്യോ. എന്താണ് അത്? മ്യോ മ്യോ എന്നുള്ള സൗണ്ട് ഉണ്ടാക്കാറുണ്ട്. ഓക്കെ, ദെൻ ഇനി നമുക്ക് തേർഡ് ആക്ടിവിറ്റി നോക്കാം. ദ വിൻഡ് ലിഫ്റ്റഡ് ദ ഹൗസ് ഹയർ ആൻഡ് ഹയർ. എന്താണ്? ആ വിൻഡ്, ആ ഒരു കാറ്റ് ആ ഒരു ഹൗസിനെയും എടുത്തിട്ട് മുകളിലേക്ക് പോവുകയാണ്. ഡൊറോത്തി ലുക്ക്ഡ് ഔട്ട്. അങ്ങനെ ഡൊറോത്തി എന്താണ്? ഒന്ന് പുറത്തേക്ക് നോക്കി. വാട്ട് ഷീ സീ. എന്താണ്? വാട്ട് ഷീ സീ. എന്താണ് അവൾ കണ്ടിട്ടുണ്ടാവുക? ഡിസ്ക്രൈബ് ദ സീൻ. ആ സീനാണ് താഴെ തന്നിട്ടുള്ളത്. ഇതൊക്കെയാവും ഡൊറോത്തി കണ്ടിട്ടുണ്ടാവുക. അപ്പോൾ ഈ സീനൊക്കെ നമുക്കൊന്ന് എഴുതുകയാണ് വേണ്ടത്. എന്തെഴുതാം നമുക്ക്? ലുക്കിംഗ് ഔട്ട് ഫ്രം ദ സോറിംഗ് ഹൗസ് ദ സോ എ ക്ലൗഡി സ്കൈ. എന്താണ്? ആ ഒരു ഉയർന്നു പൊങ്ങുന്ന വീട്ടിൽ നിന്നും പുറത്തേക്ക് നോക്കിയപ്പോൾ നല്ല ക്ലൗഡി ആയിട്ടുള്ള സ്കൈ ആണ് കണ്ടത്. ലുക്കിംഗ് ഡൗൺ ഫ്രം എബവ് ഷീ സോ ട്രീസ്. എന്താണ്? അവൾ താഴേക്ക് നോക്കിയപ്പോൾ അവിടെ കുറേ ട്രീസ് കണ്ടു. ബ്രിഡ്ജസ് ആൻഡ് ഹൗസസ്. എന്താണ്? ബ്രിഡ്ജും ഹൗസും ഒക്കെ കണ്ടു. ബ്ലോ ഡൗൺ ബൈ ദ വിൻഡ്. എന്താണ്? ആ വിൻഡ് ഇങ്ങനെ കൊണ്ടുപോവാണല്ലേ. ഷീ വാസ് സ്കെയർഡ് വെൻ ഷീ സോ ദ ബ്ലാക്ക് ക്ലൗഡ്സ്. അവൾക്ക് ആ ഒരു കറുത്തിരുണ്ട മേഘങ്ങളൊക്കെ കണ്ടപ്പോൾ ശരിക്കും അവൾക്ക് പേടി തോന്നി. ഷീ സോ ബേർഡ്സ് ഫ്ലൈയിങ് ആൻഡ് ചീപ്പിംഗ് ഇൻ ഫിയർ. അങ്ങനെ എന്താണ്? അവിടെ ബേർഡ്സൊക്കെ എന്താണ്? പറക്കുന്നുണ്ട്. അവരിങ്ങനെ പേടിച്ചുകൊണ്ട് ഇങ്ങനെ ചീപ്പ് ചെയ്യാൻ അങ്ങനെ സൗണ്ടൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. ഷീ സോ ദ സ്റ്റാർസ് ആർ വെരി ക്ലോസ്. അങ്ങനെ എന്താണ്? ആ സ്റ്റാർസൊക്കെ അങ്ങനെ മേലേക്ക് പറന്ന് പോവല്ലേ, അപ്പോൾ സ്റ്റാർസൊക്കെ അവരുടെ അടുത്തായിട്ടുള്ളത് പോലെയൊക്കെ അങ്ങനെ തോന്നുന്നുണ്ട് അവൾക്ക്. അപ്പോൾ ഇതൊക്കെയാണ് ഡൊറോത്തി ആ ഒരു സമയത്ത് കണ്ടിട്ടുണ്ടാവുന്ന സീനറീസ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് നെക്സ്റ്റ് ആക്ടിവിറ്റി നോക്കാം. ആക്ടിവിറ്റി നമ്പർ 4 ആണ്. എ ഷോർട്ട് ഡിസ്ക്രിപ്ഷൻ ഈസ് ഗിവൺ അബൌട്ട് ദ ലാൻഡ് ഓഫ് ദ മഞ്ച്കിൻസ്. മഞ്ച്കിൻസിനെ കുറിച്ചിട്ട് നമുക്കറിയാം. അപ്പോൾ മഞ്ച്കിൻസിൻ്റെ ആ ഒരു ഷോർട്ട് സ്റ്റോറിയുടെ ഒരു ഡിസ്ക്രിപ്ഷനാണ് ഇവിടെ തന്നിട്ടുള്ളത്. സം വേർഡ്സ് ആർ മിസ്സിങ് ഇൻ ഇറ്റ്. അതിലെന്താണ്? കുറച്ച് വേർഡ്സൊക്കെ മിസ്സാണ്. ലുക്ക് അറ്റ് ദ പിക്ചർ ആൻഡ് കംപ്ലീറ്റ് ഇറ്റ്. അപ്പോൾ നിങ്ങൾ ഈ പിക്ചർ നോക്കിയിട്ട് അത് കംപ്ലീറ്റ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. തന്നിട്ടുള്ള വേർഡ്സ് ഓവർ, അണ്ടർ, ഇൻ, ഓൺ. ഈ 4 വേർഡ്സാണ് തന്നിട്ടുള്ളത്. ഓവർ എന്ന് പറഞ്ഞാൽ മുകളിൽ അല്ലേ, അണ്ടർ എന്ന് പറഞ്ഞാൽ താഴെ, ഇൻ എന്ന് പറഞ്ഞാൽ ഉള്ളിൽ, ഓൺ എന്ന് പറഞ്ഞാൽ ഒരു സാധനത്തിന് മുകളിലുള്ളതിനെയാണ് നമ്മൾ ഓൺ എന്ന് പറയുക. ഓണും ഓവറും ഡിഫറെൻ്റ് ആണ്. ഓവർ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ മരത്തിന് മുകളിൽ, ആ മരത്തിൻ്റെയും മുകളിൽ എന്ന അർത്ഥത്തിലാണ് നമ്മൾ ഓവർ എന്ന് ഉപയോഗിക്കാറുള്ളത്. മരത്തിൻ്റെ തൊട്ടിൽ അങ്ങനെയാണെങ്കിൽ നമ്മൾ ഓൺ എന്നാണ് പറയാറ്. ഓക്കെ, അപ്പോൾ നമുക്ക് വായിക്കാം. ദ ലാൻഡ് ഓഫ് ദ മഞ്ച്കിൻസ് ഈസ് വെരി ബ്യൂട്ടിഫുൾ. എന്താണ്? ആ മഞ്ച്കിൻസിൻ്റെ ലാൻഡ് വളരെയധികം ഭംഗിയുള്ളതാണ്. എ കൈറ്റ് ഈസ് ഫ്ലൈയിങ് ഡാഷ് ദ ട്രീ. കൈറ്റ് എവിടെയാണ് പറക്കുന്നത്?
മരത്തിൻ്റെ മുകളിലാണല്ലേ. സോ ഓവർ ദ ട്രീ എന്നാണ് വരേണ്ടത്. എ ലിറ്റിൽ മഞ്ച്കിൻ ഈസ് പ്ലേയിങ് ഡാഷ് ദ ട്രീ. എവിടെയാണ് മഞ്ച്കിൻ കളിക്കുന്നത്? അണ്ടർ ദ ട്രീ. ഓക്കെ, അപ്പോൾ അവിടെ അണ്ടർ എന്ന് കൊടുക്കുക. എ ബേർഡ് ഈസ് സിറ്റിംഗ് ഡാഷ് ദ ബ്രാഞ്ച് ഓഫ് ദ ട്രീ. ആ ബേർഡ്സ് എവിടെ ഇരിക്കുന്നത്? മരത്തിൻ്റെ ബ്രാഞ്ചിൻ്റെ മുകളിലാണല്ലേ. സോ ഓൺ ദ ബ്രാഞ്ച് എന്നാണ് പറയുക. ദെൻ 2 ലിറ്റിൽ ബേർഡ്സ് ആർ ഡാഷ് ഇൻ ദ നെസ്റ്റ്. നെസ്റ്റിൻ്റെ എന്താണ്? നെസ്റ്റിൻ്റെ ഉള്ളിലാണ്. സോ ഇൻ ദ നെസ്റ്റ് എന്ന് പറയണം. ഇനി ആക്ടിവിറ്റി നമ്പർ 5 ആണ്. ഫൈനലി ഡൊറോത്തി ആൻഡ് ടോട്ടോ റീച്ച് ദെയർ വില്ലേജ്. അങ്കിൾ ആൻഡ് ഓണ്ട് വെർ ഹാപ്പി ടു സീ ദം. എന്നാണ് അങ്ങനെ അവസാനം ആ ടൊറോത്തിയും ടോട്ടോയും കൂടെ അവരുടെ വില്ലേജിലേക്ക് എത്തിയല്ലേ. അങ്ങനെ അങ്കിളിനെയും ഓണ്ടിനെയും അവർ കാണുകയാണ്. വളരെ സന്തോഷത്തോടു കൂടി കണ്ടു. വാട്ട് വുഡ് ബി ദ ലൈക്ലി കോൺവെർസേഷൻ ബിറ്റ്വീൻ ഡൊറോത്തി ആൻഡ് ഹെർ അങ്കിൾ. അങ്ങനെ ഡൊറോത്തിയും അങ്കിളും തമ്മിലുള്ള കോൺവെർസേഷൻ എന്തായിരിക്കും എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ അങ്കിൾ ചോദിക്കുകയാണ്, വേർ യു ടൊറോത്തി, നീ എവിടെയായിരുന്നു ടൊറോത്തി എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ടൊറോത്തി എന്താ പറയുക? വി ഫ്ലൂ എവേ ആൻഡ് അറൈവ്ഡ് അറ്റ് അനദർ വേൾഡ്. എന്താണ്? ഞങ്ങൾ മുകളിലേക്ക് പറന്നുപോയി, എന്നിട്ട് ഞങ്ങൾ വേറെ ഒരു സ്ഥലത്ത് എത്തിച്ചേർന്നു. അങ്കിൾ വേർ ഇസ് ഇറ്റ് ഇൻ ദാറ്റ് വേൾഡ്. എവിടെയാണ് ആ ഒരു വേൾഡ് എന്ന് ചോദിക്കുകയാണ്. ടൊറോത്തി പറയാണ്, ഐ ഡോണ്ട് നോ വേർ ആം. എന്താണ്? എവിടെയാണെന്ന് എനിക്ക് ശരിക്കും അറിയില്ല. ഐ സോ സം സ്മോൾ പീപ്പിൾ ദർ. ഞാൻ അവിടെ കുറച്ച് ചെറിയ ചെറിയ ആളുകളെ കണ്ടിരുന്നു. അങ്കിൾ വെൻ ഡിഡ് ഓൾ ദിസ് ഹാപ്പൻ. എപ്പോഴാണ് ഇതൊക്കെ സംഭവിച്ചത്? ടൊറോത്തി പറയാണ്, ആഫ്റ്റർ അവർ ഹൗസ് ഫ്ലൂ. നമ്മുടെ വീടൊക്കെ പറന്നു പോയപ്പോഴാണ് ഇത് സംഭവിച്ചത്. അപ്പോൾ ഇങ്ങനെയായിരിക്കും ടൊറോത്തിയും അങ്കിളും തമ്മിലുള്ള കോൺവെർസേഷൻ എന്ന് പറയുന്നത്. ഇനി നമുക്ക് അടുത്ത ആക്ടിവിറ്റി നോക്കാം. 6th ആക്ടിവിറ്റി ആണ്. ആഡ് മോർ ലൈൻസ് എന്നുള്ളതാണ് അടുത്തൊരു ആക്ടിവിറ്റി എന്ന് പറയുന്നത്. ലെറ്റ്സ് ഫ്ലൈ ഇൻ ദ സ്കൈ. ലെറ്റ്സ് ഫ്ലൈ ടുഗെദർ ഓവർ ദ മെഡോസ്. ലെറ്റ്സ് ഫ്ലൈ ലൈക്ക് ക്രോസ്. എന്താണ്? നമുക്ക് പറക്കാം, ഒരുമിച്ച് നമുക്ക് പറക്കാം. എവിടെ പറക്കാം? ഓവർ ദ മെഡോസ്. ഈ മെഡോസിൻ്റെ ഒക്കെ മുകളിലൂടെ പറക്കാം. ലെറ്റ്സ് ഫ്ലൈ ലൈക്ക് ക്രോസ്. എന്താണ്? നമുക്ക് കാക്കകളെ പോലെ പറന്നു നടക്കാം. പിന്നെന്താ പറയുന്നത്? ലെറ്റ്സ് ഫ്ലൈ ഇൻ ദ സ്കൈ. നമുക്ക് സ്കൈയിലൂടെ പറക്കാം. ലെറ്റ്സ് ഫ്ലൈ ടുഗെദർ. നമുക്ക് ഒരുമിച്ച് പറക്കാം. ഓവർ ദ മൗണ്ടെയ്ൻസ്. മൗണ്ടെയ്ൻസിൻ്റെ മുകളിലൂടെ. ലെറ്റ്സ് ഫ്ലൈ ലൈക്ക് കൈറ്റ്സ്. എന്താണ്? കൈറ്റ്സ് പോകുന്നത് പോലെ നമുക്ക് മൗണ്ടെയ്ൻസിൻ്റെ മുകളിലൂടെയൊക്കെ പറക്കാം. ഇനി ഇതേപോലെ തന്നെ കുറച്ച് ലൈനും കൂടെ എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. നമുക്ക് എങ്ങനെ എഴുതാം? ലെറ്റ്സ് ഫ്ലൈ ഇൻ ദ സ്കൈ. നമുക്ക് സ്കൈയിലൂടെ പറക്കാം. ലെറ്റ്സ് ഫ്ലൈ ടുഗെദർ. നമുക്ക് ഒരുമിച്ച് പറക്കാം. ഓവർ ദ ക്ലൗഡ്സ്. ക്ലൗഡ്സിൻ്റെ മുകളിലൂടെ പറക്കാം. ലെറ്റ്സ് ഫ്ലൈ ലൈക്ക് പ്ലെയിൻസ്. പ്ലെയിൻസ് ഒക്കെ പോകുന്ന പോലെ നമുക്ക് പറക്കാം. അപ്പോൾ ഇങ്ങനെ നിങ്ങൾക്ക് ഒരു 4 ലൈനും കൂടെ അവിടെ എഴുതി ചേർക്കാവുന്നതാണ്. ഓക്കെ, ഇനി അടുത്ത ആക്ടിവിറ്റി 7th ആക്ടിവിറ്റി ആണ്. ഫൈൻഡ് ഔട്ട് ദ ഹിഡൻ വേർഡ്സ് ഫ്രം ദ ബോക്സ് ഗിവൺ ബിലോ. താഴെ തന്നിട്ടുള്ള ബോക്സിൽ നിന്നും ആ വേർഡ്സ് ഒക്കെ കണ്ടുപിടിക്കാനാണ്. കുറച്ച് നമ്മൾ പഠിച്ച വേർഡ്സ് ഒക്കെ കണ്ടുപിടിക്കാനാണ്. മൈ വേർഡ്സ്. ഫസ്റ്റ് വൺ ഔൾ. ഔൾ അവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ് റെയിൻ അവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. കൂട്ടുകാർ നോക്കുക, താഴേക്കുള്ളതാണ് റെയിൻ. ദെൻ കാർ മാർക്ക് ചെയ്തിട്ടുണ്ട്. സ്റ്റോം, റോഡ്, ക്ലൗഡ്. ഇതൊക്കെ നമുക്ക് ഈ ഒരു ബോക്സിൽ നിന്നും ഉണ്ടാക്കാവുന്ന ഹിഡൻ വേർഡ്സ് ആണ്. ഓക്കെ, നെക്സ്റ്റ് ആക്ടിവിറ്റി നമ്പർ 8 ആണ്. ലെറ്റ്സ് മേക്ക് എ പേപ്പർ ക്യാപ്പ്. നമ്മളെടുത്ത് ഒരു പേപ്പർ ക്യാപ്പ് ഉണ്ടാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇതേപോലെ ഒരു പേജ് എടുക്കുക. ഫോൾഡ് എ പേപ്പർ ഇൻ ഹാഫ് ലെങ്ത് വൈസിൽ അഥവാ നീളത്തിൽ നമ്മൾ എന്തിനു ചെയ്യുക? ഹാഫായിട്ട് ഫോൾഡ് ചെയ്യുക, മടക്കുക. ദെൻ എഗെയിൻ ഫോൾഡ് ഇൻ ഹാഫ് ബ്രെഡ്ത്ത് വൈസ് ആൻഡ് ദെൻ അൺഫോൾഡ് ഇറ്റ്. എന്താണ്? പിന്നെ നമ്മൾ താഴേക്ക് ഈ ചിത്രത്തിൽ കാണുന്ന പോലെ താഴേക്ക് മടക്കുക. ഫോർ ദ ക്ലോസ്ഡ് എഡ്ജ് ഇൻവേർഡ്സ് ഫ്രം ദ ബോത്ത് ദ കോർണേഴ്സ്. എന്നിട്ട് 2 കോർണേഴ്സും എന്ത് ചെയ്യണം? നമ്മൾ 2 കോർണേഴ്സും മടക്കണം. 2 കോർണേഴ്സും 2 എഡ്ജും വെച്ചിട്ട് നമ്മൾ മടക്കുക. അതിനുശേഷം ഫോൾഡ് ദ 2 ബോട്ടം ഫ്ലാപ്സ് ഇൻ ദ ഓപ്പോസിറ്റ് ഡയറക്ഷൻ. അതിനുശേഷം എന്ത് ചെയ്യുക? അതിൻ്റെ താഴെയുള്ള ഒരു ഭാഗം നമ്മൾ എന്ത് ചെയ്യണം? മേലേക്ക് ഒന്ന് ഫ്ലോപ്പ് ചെയ്തിട്ട് മേലേക്ക് മടക്കി വെക്കുക, ഫോൾഡ് ചെയ്ത് വെക്കുക. ദെൻ ഓപ്പൺ അപ്പ് ദ ഫ്ലാപ്സ്. അതിനുശേഷം നമുക്ക് കിട്ടുന്നത് എന്തായിരിക്കും? ഇത്തരത്തിലുള്ള ഒരു രൂപമായിരിക്കും. അതിൽ നമ്മൾ ഓപ്പൺ ചെയ്യുക. ദ ക്യാപ്പ് ഈസ് റെഡി നൗ വിയർ ഇറ്റ്. അപ്പോൾ അങ്ങനെ ആക്കുമ്പോൾ നമുക്ക് എന്താണ്? അവിടെ നമ്മുടെ ക്യാപ്പ് കിട്ടി. ഇനി നിങ്ങൾക്കത് വെക്കാം. ഓക്കെ, അപ്പോൾ ഇതേപോലെ നിങ്ങൾ പേപ്പർ എടുത്തിട്ട് ഒന്ന് ചെയ്ത് നോക്കുക. ഓക്കെ കൂട്ടുകാരെ. ദെൻ നെക്സ്റ്റ് വൺ ലെറ്റ്സ് സിങ് ആൻഡ് ഡാൻസ്. അതിനുശേഷം നമ്മളെടുത്ത് ആ ക്യാപ്പ് വെച്ചിട്ട് ഡാൻസ് ചെയ്യാനാണ്. ഏതാണ് സോങ്? ഡിങ് ഡോങ് ദ വിച്ച് ഈസ് ഡെഡ്. ദ വിച്ച് ഈസ് ഡെഡ്. ഡിങ് ഡോങ് മച്കിൻസ് ഹാർ ഹിയർ. ഡാൻസിങ് വിത്തൗട്ട് ഫിയർ. അപ്പോൾ എന്താ പറയുന്നത്? ഡിങ് ഡോങ് എന്ന് പറഞ്ഞിട്ട് അവരുടെ ആ ഒരു വിച്ച് നമുക്കറിയാമല്ലേ, വിച്ച് മരിച്ചുപോയി. അപ്പോൾ എന്താണ്? വിച്ച് മരിച്ചുപോയി. അതുകൊണ്ട് മഞ്ച്കിൻസൊക്കെ ഇവിടെ ഉണ്ട്. വളരെ സന്തോഷത്തിൽ അവർ പേടിയില്ലാതെ ഡാൻസ് ചെയ്യുകയാണെന്നാണ് പറയുന്നത്. അപ്പോൾ ക്യാപ്പ് ഉണ്ടാക്കി ഈ ഒരു പാട്ടും പാടിയിട്ട് കൂട്ടുകാരും ഒന്ന് ഡാൻസ് ചെയ്ത് നോക്കൂ കേട്ടോ.
ദെൻ നെക്സ്റ്റ് 9th ആക്ടിവിറ്റി ആണ് ഐഡൻറ്റിഫൈ ദ സ്ലോഗൻ റിലേറ്റഡ് ടു ദ സിംബൽ ആൻഡ് റൈറ്റ് ഇൻ ദ ബോക്സ് പ്രൊവൈഡഡ്. താഴെ നമുക്ക് എന്ത് തന്നിട്ടുണ്ട്? കുറച്ച് സ്ലോഗൻസ് തന്നിട്ടുണ്ട്. അത് മനസ്സിലാക്കുക. അത് എന്നിട്ട് താഴെയുള്ള ബോക്സിന് കറക്റ്റായിട്ട് എഴുതി കൊടുക്കുക. തന്നിട്ടുള്ളത് എന്തൊക്കെയാണ്? സേവ് വാട്ടർ, സേവ് ലൈഫ്, അവോയ്ഡ് പ്ലാസ്റ്റിക്, പ്രൊട്ടക്ട് നേച്ചർ, ഡോണ്ട് ലിറ്റർ, ഗ്രോ ഗ്രീൻ, ഗോ ഗ്രീൻ. ഇത്രയുമാണ് തന്നിട്ടുള്ളത്. ഫസ്റ്റ് പിക്ചർ എന്ന് പറയുന്നത് എന്താണ്? പ്ലാസ്റ്റിക് ആണല്ലേ. അപ്പോൾ നമ്മളവിടെ കൊടുക്കേണ്ടത് അവോയ്ഡ് പ്ലാസ്റ്റിക്, പ്രൊട്ടക്ട് നേച്ചർ എന്നുള്ളതാണ്. ഓക്കെ, അവോയ്ഡ് പ്ലാസ്റ്റിക്, പ്രൊട്ടക്ട് നേച്ചർ എന്നുള്ളത് കൊടുക്കുക. സെക്കൻഡ് വൺ എന്ന് പറയുന്നത് വേസ്റ്റഡ് ആണ്. അപ്പോൾ നമ്മളവിടെ ഡോണ്ട് ലിറ്റർ എന്നാണ് കൊടുക്കേണ്ടത്. ഇനി നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് എന്താണ്? ഒരു പ്ലാന്റ് നടുകയാണ് അല്ലേ. അപ്പോൾ നമ്മളവിടെ കൊടുക്കേണ്ടത് ഗ്രോ ഗ്രീൻ, ഗോ ഗ്രീൻ എന്നുള്ളതാണ്. അതിന് ശേഷമുള്ളത് എന്താണ് കൂട്ടുകാരെ? പൈപ്പ് ടാപ്പ് തുറന്നിടുകയാണ്. അപ്പോൾ നമ്മളവിടെ കൊടുക്കേണ്ടത് സേവ് വാട്ടർ, സേവ് ലൈഫ് എന്നുള്ളതാണ്. ഇനി താഴെ റൈറ്റ് സിമിലർ സ്ലോഗൻ. ഇതേപോലെ നിങ്ങളുടെ അടുത്ത് ഒരു സ്ലോഗൻ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അവിടെ എന്താണ്? ഒരാൾ മരം വന്ന് വെട്ടുകയാണല്ലേ. അപ്പോൾ അവിടെ നമ്മൾ എഴുതേണ്ടത് സേവ് മീ ഐ ആം ഗ്രീൻ. ഓക്കെ, സേവ് മീ ഐ ആം ഗ്രീൻ എന്ന് എഴുതാം. ഇനി അടുത്ത ആക്ടിവിറ്റി നോക്കാം. അപ്പോൾ ഇനി നമുക്ക് അടുത്ത ആക്ടിവിറ്റി നോക്കാം. അടുത്തത് 10th ആക്ടിവിറ്റി ആണ്. സം റിഡിൽസ് ആർ ഗിവൺ ബിലോ, റീഡ് ആൻഡ് ഫൈൻഡ് ദം ഔട്ട്. താഴെയുള്ള റിഡിൽസ് വായിച്ചിട്ട് അതിന് താഴെയുള്ള ചോദ്യങ്ങൾ, റിഡിൽസിൻ്റെ ഉത്തരം കണ്ടെത്താനാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, നമുക്ക് വായിക്കാം. യു ക്യാൻ സീ മീ. എന്താണ്? നിങ്ങൾക്ക് എന്നെ കാണാൻ പറ്റില്ല. ബട്ട് യു ക്യാൻ ഫീൽ മീ. പക്ഷേ നിങ്ങൾക്ക് എന്നെ ഫീൽ ചെയ്യാൻ വേണ്ടി സാധിക്കും. ഐ ക്യാൻ മേക്ക് ട്രീസ് ഡാൻസ്. എനിക്കെന്താണ്? മരങ്ങളെയൊക്കെ ഇങ്ങനെ ഡാൻസ് ചെയ്യിപ്പിക്കാൻ വേണ്ടി സാധിക്കും. ഐ ക്യാൻ ഹെൽപ്പ് ദ കൈറ്റ് ഫ്ലൈ. അതുപോലെ തന്നെ കൈറ്റിനെയൊക്കെ മേലേക്ക് പറക്കാൻ വേണ്ടിയിട്ടും എനിക്ക് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി പറ്റും. ഹൂ ആം ഐ. ആരാണ് ഞാൻ? ആരാണ്? വിൻഡ്. ഒക്കെ കാറ്റാണ്, വിൻഡാണ്. നെക്സ്റ്റ് വൺ ആം ഇൻ ദ സ്കൈ. ഞാൻ എന്താണ്? ആകാശത്താണ്. ഐ ക്യാൻ ബ്രിങ് ദ റെയിൻ. എനിക്ക് മഴയെ കൊണ്ടുവരാൻ വേണ്ടി പറ്റും. 5 ലെറ്റേഴ്സ് മേക്ക് മൈ നെയിം. 5 ലെറ്റേഴ്സ് ഉണ്ടെങ്കിൽ എൻ്റെ പേരുണ്ടാക്കാൻ വേണ്ടി പറ്റും. ഹൂ ആം ഐ. ആരാണ്? മഴ ഉണ്ടാക്കാൻ പറ്റുമെന്ന് പറഞ്ഞപ്പോഴേ നമുക്ക് മനസ്സിലായി ദാറ്റ് ഈസ് ക്ലൗഡ്. ഓക്കെ, ക്ലൗഡാണ്. നെക്സ്റ്റ് വൺ ഐ ആം ഹ്യൂജ് ആൻഡ് ടോൾ. ഞാൻ നല്ല വലുതും ഉണ്ടാവും, എന്താണ്? നല്ല ഉയരമുള്ളതും ആയിരിക്കും. ഐ ക്യാൻ സ്റ്റോപ്പ് ദ ക്ലൗഡ്സ്. എനിക്ക് ക്ലൗഡ്സിനൊക്കെ തടഞ്ഞു നിർത്താൻ വേണ്ടി പറ്റും. ഐ ഹാവ് എ സമ്മിറ്റ്. എന്താണ്? ഞാനൊരു സമ്മിറ്റാണ്. യു ക്യാൻ ക്ലൈംബ് ഓൺ മീ. എൻ്റെ മുകളിലേക്ക് നിങ്ങൾക്ക് ഇങ്ങനെ ചവിട്ടി കയറാൻ വേണ്ടി പറ്റും. ഹൂ ആം ഐ. ആരാണ് ഞാൻ? മൗണ്ടെയിൻ. ആരാണ്? മൗണ്ടെയിൻ. നെക്സ്റ്റ് വൺ നൗ മേക്ക് യുവർ റിഡിൽസ്. നിങ്ങളുടെ അടുത്ത് ഒരു റിഡിൽ ഉണ്ടാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ആൻസർ ഫസ്റ്റ് വൺ റെയിൻബോ ആണ്. റെയിൻബോ വരുന്ന റിഡിൽ ഉണ്ടാക്കണം. ഐ ഹാവ് 7 കളേഴ്സ്. എന്താണ്? എനിക്ക് 7 വർണ്ണങ്ങളുണ്ട്. ഇഫ് ഐ കം മൈ ടിയേഴ്സ് വിൽ കം. എന്താണ്? ഞാനൊന്ന് വന്നു കഴിഞ്ഞാൽ എൻ്റെ കൂടെ കണ്ണുനീരും വരും. ഹൂ ആം ഐ. ആരാണത്? റെയിൻബോ. നെക്സ്റ്റ് വൺ റെയിൻ ആണ്. ഇഫ് ഐ കം യു വിൽ ഗെറ്റ് വാട്ടർ. എന്താണ്? ഞാൻ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വെള്ളം കിട്ടും. ഐ എം എ ഹോപ്പ് ഫോർ ദോസ് ഹൂ ആർ ഡ്രൈ. വളരെ ഡ്രൈ ആയിട്ട്, വളരെ വരണ്ട് കിടക്കുന്ന സംഭവങ്ങൾക്കൊക്കെ ഞാനൊരു പ്രതീക്ഷയാണ്. ക്യാൻ യു ടെൽ മീ ഹൂ ആം ഐ. നിങ്ങൾ പറയൂ ഞാൻ ആരാണ്? അതാണ് റെയിൻ. ഓക്കെ, നെക്സ്റ്റ് വൺ 11th ആക്ടിവിറ്റി ആണ്. റീഡ് ദ സെൻറ്റൻസസ് ഗിവൺ ബിലോ, നോട്ട് ദ വേർഡ്സ് അണ്ടർലൈൻഡ്. താഴെയുള്ള സെൻറ്റൻസ് വായിച്ചിട്ട് അണ്ടർലൈൻ ചെയ്തതൊന്ന് നോട്ട് ചെയ്യാണ്. വി കാണ്ട് ഹെൽപ്പ് യു. എന്താണ്? ഞങ്ങൾക്ക് നിന്നെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി കഴിയില്ല. ബട്ട് ദ വിസാർഡ് ഓഫ് ഓസ് ക്യാൻ ഹെൽപ്പ് യു. പക്ഷെ എന്താണ്? ഇവിടുത്തെ വിസാർഡ്, ഈ ഓസിലെ വിസാർഡിന് നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ പറ്റും. അവിടെ അണ്ടർലൈൻ ചെയ്തിട്ടുള്ളത് കാണ്ട് എന്നുള്ളതും കാൻ എന്നുള്ളതുമാണ്. നെക്സ്റ്റ് വൺ വി ക്യാൻ ഡു മെനി തിങ്സ്. എന്താണ്? നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. ബട്ട് ദർ ആർ മെനി തിങ്സ്. ഇവിടെ ഒരുപാട് കാര്യങ്ങളുണ്ട്. ദാറ്റ് വി കാൺ ഡു. അതെല്ലാം നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അവിടെയും ക്യാനും ക്യാൻഡുമാണ്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ക്യാൻ എന്ന് പറഞ്ഞാൽ കഴിയും എന്നുള്ളതാണ്. ഐ ക്യാൻ, എനിക്ക് കഴിയും. ഐ ക്യാൻ ഡു, എനിക്കത് ചെയ്യാൻ കഴിയും. ഐ ക്യാൻ ഡാൻസ്, എനിക്ക് ഡാൻസ് ചെയ്യാൻ പറ്റും. ഐ ക്യാൻ റൈറ്റ്, എനിക്ക് റൈറ്റ് ചെയ്യാൻ പറ്റും. അതിനാണ് ക്യാൻ എന്ന് നമ്മൾ ഉപയോഗിക്കുക. CAN, ക്യാൻ. ഇനി കനോട്ട് അല്ലെങ്കിൽ ക്യാൻറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? എനിക്ക് പറ്റില്ല. ക്യാൻറ്റ് പറഞ്ഞാൽ ക്യാൻ നോട്ട് എന്നുള്ളതാണ്. രണ്ടും കൂടെ ഒരുമിച്ചിട്ട് നമ്മൾ സിംപ്ലൈസ് ചെയ്തിട്ട് പറയുന്നതാണ് ക്യാൻറ്റ് എന്നുള്ളത്. അപ്പോൾ ഐ ക്യാൻ ഡാൻസ്. എന്താണ്? എനിക്ക് ഡാൻസ് ചെയ്യാൻ പറ്റില്ല. ഐ ക്യാൻ റൈറ്റ്, എനിക്ക് റൈറ്റ് ചെയ്യാൻ പറ്റും. ഐ കാണ്ട് റൈറ്റ്, എനിക്കെന്താണ്? റൈറ്റ് ചെയ്യാൻ പറ്റില്ല, കഴിയില്ല. അപ്പോൾ അതിനാണ് നമ്മൾ ക്യാനും ക്യാൻഡും ഉപയോഗിക്കുന്നത്. ദെൻ റൈറ്റ് വാട്ട് യു ക്യാൻ ഡു ആൻഡ് യു കാൻ നോട്ട് ഡു. എന്താണ്? നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളും എഴുതാണ്. ഫസ്റ്റ് വൺ ഐ ക്യാൻ ഫ്ലൈ. എനിക്ക് ഫ്ലൈ ചെയ്യാൻ, എനിക്ക് പറക്കാൻ വേണ്ടി പറ്റും. ഐ കാൻ റൈഡ്, എനിക്ക് റൈഡ് ചെയ്യാൻ, എനിക്ക് സൈക്കിൾ റൈഡ് ചെയ്യാൻ വേണ്ടി പറ്റും. ഐ കാണ്ട് സ്കേറ്റിംഗ്, എനിക്ക് സ്കേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റില്ല. ഐ കാണ്ട്. ഐ കാൻ റൺ, എനിക്ക് ഓടാൻ വേണ്ടി പറ്റും.
ഐ കാണ്ട് സ്റ്റാക്ക് ദ ബ്ലോക്സ്, എനിക്കെന്താണ് ഈ ബ്ലോക്സൊക്കെ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വെക്കാൻ വേണ്ടി പറ്റില്ല. ഐ ക്യാൻ ക്ലൈം എ ട്രീ, എനിക്ക് മരം കയറാൻ വേണ്ടി സാധിക്കും. അപ്പോൾ അതിനാണ് ക്യാനും കാണ്ടും നമ്മൾ ഉപയോഗിക്കുന്നത്. നെക്സ്റ്റ് വൺ 12th ആക്ടിവിറ്റി ആണ് ഹെർസ് ഡൊറോത്തീസ് ഡയറി എൻട്രി. ഇവിടെ എന്താണ് ഡൊറോത്തിയുടെ ഡയറി എൻട്രി ആണ് തന്നിട്ടുള്ളത്. ഇവിടെ May 20 ട്യൂസ്ഡേയിലെ ഒരു ഡയറിയാണ് തന്നിട്ടുള്ളത്. ഐ കാൺ ഫോർഗെറ്റ് ദിസ് ഡേ, എന്താണ് എനിക്ക് ഈ ദിവസം മറക്കാൻ വേണ്ടി സാധിക്കില്ല. വി ആർ സോ അഫ്രൈഡ്, എന്താണ് ശരിക്കും ഞങ്ങൾ നന്നായിട്ട് പേടിച്ചു. ടോട്ടോ ആൻഡ് മൈ സെൽഫ്, ആരൊക്കെയാണ് ടോട്ടോയും ഞാനുമാണ് നന്നായിട്ട് പേടിച്ചത്. ഐ തോട്ട് വി വേർ അബൌട്ട് ടു ഡൈ, ഞങ്ങൾ വിചാരിച്ചു ഞങ്ങൾ ശരിക്കും മരിക്കുകയാണെന്ന്. മൈ ഹൗസ് ഫ്ലൂ ഓവർ ദ വാലീസ്, സ്ട്രീറ്റ്സ്, മൗണ്ടെയിൻസ് ആൻഡ് സോ ഓൺ, ഞങ്ങളുടെ വീട് എന്താണ് താഴ്വരയുടെയും അതുപോലെ തന്നെ സ്ട്രീറ്റ് തെരുവുകളുടെയും മൗണ്ടെയിൻ വലിയ വലിയ മലകളുടെയും ഒക്കെ മുകളിലൂടെ ഇങ്ങനെ പറന്നുപോയി. ഐ ഹെൽഡ് ടോട്ടോ ഇൻ മൈ ഹാൻഡ്സ്, ഞാൻ ടോട്ടോനെ എൻ്റെ കയ്യിൽ മുറുക്കി പിടിച്ചു. ക്ലോസിങ് മൈ ഐസ്, എന്നിട്ട് ഞാൻ കണ്ണുകൾ അടച്ചിരുന്നു. സഡൻലി ഐ ഹേർഡ് എ സൗണ്ട്, അപ്പോഴാണ് ഞാൻ പെട്ടെന്ന് ഒരു സൗണ്ട് കേട്ടത്. അവർ ഹൗസ് ലാൻഡഡ് എ ബ്യൂട്ടിഫുൾ ലാൻഡ്, എന്താണ് ഞങ്ങളുടെ വീട് ഒരു നല്ല ഭംഗിയുള്ള സ്ഥലത്ത് ലാൻഡ് ചെയ്തിരിക്കുകയാണ്. ഇറ്റ് വാസ് ദ ലാൻഡ് ഓഫ് ദ മസ്കിൻസ്, അതെന്താണ് മസ്കിൻസിൻ്റെ ഒരു ലാൻഡാണ്, ഒരു സ്ഥലമാണ്. ഐ സോ സം സ്ട്രേഞ്ച് പീപ്പിൾ ദേർ, എന്താണ് അവിടെ ഞങ്ങൾക്ക് അറിയാത്ത പരിചയമില്ലാത്ത കുറേ ആളുകളുണ്ടായിരുന്നു. ദേ വേർ വെരി ഷോർട്ട്, എന്താണ് അവർ വളരെ ചെറുതായിരുന്നു. മൈ ഹൗസ് ലാൻഡഡ് ഓൺ എ വിക്ഡ് വിച്ച് ആൻഡ് ഷീ ഡൈഡ് ഓൺ ദ സ്പോട്ട്, എന്താണ് ഞങ്ങളുടെ ഹൗസ് വന്നിട്ട് ഒരു ദുഷ്ടനായിട്ടുള്ള ഒരാളുടെ മേലാണ് വന്നു വീണിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അയാൾ അങ്ങനെ ആ സ്പോട്ടിൽ തന്നെ മരിക്കുകയും ചെയ്തു. ദ മഞ്ച്കിൻസ് ബിക്കെയിം സോ ഹാപ്പി, അതുകൊണ്ട് തന്നെ അവിടുത്തെ ആ മഞ്ച്കിൻസിനൊക്കെ വളരെയധികം സന്തോഷം തോന്നി. ദേ സെലിബ്രേറ്റഡ് ദെയർ ഫ്രീഡം, കാരണം അവർക്ക് ആ ഒരു മന്ത്രവാദിയിൽ നിന്നും എന്താണ് ഫ്രീഡം കിട്ടിയിരിക്കുകയാണ്. ദ ഇൻവൈറ്റഡ് മീ ടു ഡാൻസ് വിത്ത് ദം, അവരുടെ കൂടെ ഡാൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്നെയും ഇൻവൈറ്റ് ചെയ്തു, എന്നെയും ക്ഷണിച്ചു. ബട്ട് ഐ വിഷ് ടു റിട്ടേൺ ടു മൈ വില്ലേജ്, പക്ഷെ എന്താണ് എൻ്റെ ആഗ്രഹം എനിക്ക് എൻ്റെ വില്ലേജിലേക്ക് തിരിച്ചു പോകണം എന്നുള്ളതായിരുന്നു. ദ വിസാർഡ് ഓഫ് ഓസ് ദ മജീഷ്യൻ ഹെൽപ്ഡ് us, അപ്പോൾ ആ ഓസിലെ മജീഷ്യനായിട്ട് ഉള്ള ആരാണ് വിസാർഡ് ഞങ്ങളെ ഹെൽപ്പ് ചെയ്തു. ടോട്ടോ ആൻഡ് ഐ റീച്ച്ഡ് ഹോം സേഫ്ലി, അങ്ങനെ ഞാനും ടോട്ടോയും എന്താണ് വളരെ സുരക്ഷിതയോട് കൂടിയിട്ട് തന്നെ ഇവിടെ എത്തിച്ചേർന്നു. ഐ മെറ്റ് മൈ അങ്കിൾ ആൻഡ് ഓൻറ്റ്, ഞാൻ എൻ്റെ അങ്കിളിനെയും ആൻറ്റിയെയും ഒക്കെ കണ്ടു. ഐ ബിക്കെയിം സോ റിലാക്സ്ഡ് ആൻഡ് ഹാപ്പി, ഇപ്പം ഞാൻ വളരെയധികം റിലാക്സും ഹാപ്പിയുമാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ടൊറോത്തി എഴുതിയ ഒരു ഡയറി എൻട്രി എന്ന് പറയുന്നത്. ദെൻ നൗ റൈറ്റ് യുവർ ഡയറി എൻട്രി, നിങ്ങളുടെ അടുത്ത് നിങ്ങളുടെ ഡയറി എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. നമുക്ക് എഴുതാം. ടുഡേ വാസ് വെരി സാഡ് ഫോർ മീ, എന്താണ് ഇന്ന് എനിക്ക് വളരെയധികം വളരെയധികം സങ്കടമുള്ള ദിവസമാണ്. ഐ വാസ് അപ്സെറ്റ് വെൻ ഐ ഗോട്ട് എ പെറ്റ്, എന്താണ് എനിക്കൊരു പെറ്റിനെ കിട്ടിയപ്പോൾ ഞാൻ ശരിക്കും ആകെ ഡൗൺ ആയി, അല്ലെങ്കിൽ അപ്സെറ്റ് ആയിപ്പോയി. ഐ വെൻ ടു ദ ടോപ്പ് ഓഫ് ദ മൗണ്ടെയിൻ, ഞാൻ എന്താണ് ഒരു മൗണ്ടെയിൻ്റെ മുകളിലേക്ക് പോയി. സഡൻലി എ സ്ട്രോംസ് വിൻഡ് ബ്ലൂ, എന്താണ് അവിടെ ഒരു വലിയ കാറ്റ് ഇങ്ങനെ സ്ട്രോം വരികയാണ് ചെയ്തത്. കിറ്റി ആൻഡ് ഐ ഫ്ലൂ എവേ വിത്ത് ദ കൈറ്റ്, ഞാനും ആ കിറ്റിയും കൂടെ ആ കയറ്റും പിടിച്ചുകൊണ്ട് എങ്ങോട്ടോ പറന്നുപോയി. വി വർ അഫ്രൈഡ് ആൻഡ് ട്രംബ്ലിങ്, ഞങ്ങൾ പേടിച്ചിട്ട് ഞങ്ങൾക്ക് എന്താണ് വളരെ സങ്കടവും പേടിയും ഒക്കെ തോന്നിയിരുന്നു. സഡൻലി ദ കൈറ്റ് ഗോഡ് സ്റ്റക്ക് ഇൻ എ ട്രീ ആൻഡ് സ്റ്റോപ്ഡ്, പെട്ടെന്നാണ് ആ കൈറ്റ് എന്ത് ചെയ്തത് ഒരു മരത്തിൽ തട്ടി സ്റ്റോപ്പായത്. ബൈ ദെൻ പീപ്പിൾ ഹാഡ് ഗദേർഡ് ബിലോ സീയിങ് അസ്, അപ്പോൾ താഴെ ഒരുപാട് ആളുകൾ നിൽക്കുന്നുണ്ടായിരുന്നു, അവർ ഞങ്ങളെ കാണുകയും ടുഡേ ഹാസ് എൻ അൺഫോർഗറ്റബിൾ എക്സ്പീരിയൻസ് ഫോർ ഡേ, അവർ ഞങ്ങളെ ഹെൽപ്പ് ചെയ്യുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ ഇന്നത്തെ ഒരു ദിവസം എന്ന് പറയുന്നത് ഞാൻ ഒരിക്കലും മറക്കില്ല. ഇങ്ങനെ നിങ്ങളുടേതായ എന്തെങ്കിലും ഒരു ഇൻസിഡൻസ് വെച്ചുകൊണ്ട് ഒരു ഡയറി എൻട്രി എഴുതാവുന്നതാണ്. നെക്സ്റ്റ് വൺ ആക്ടിവിറ്റി നമ്പർ 13 ആണ്. A newspaper from the land of the Munchkins is given on the next page. Read it and enjoy. അടുത്ത പേജിൽ നമുക്ക് എന്താണ് മഞ്ച്കിൻസിലെ ഒരു ന്യൂസ്പേപ്പറിൻ്റെ പേജാണ് തന്നിട്ടുള്ളത്, അത് വായിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. നമുക്കൊന്ന് വായിച്ചു നോക്കാം. ഇതാണ് അത്, മഞ്ച്കിൻ ന്യൂസ് ഫ്രം ദ ലാൻഡ് ഓഫ് ദ മഞ്ച്കിൻസ്. ഓക്കെ, അപ്പോൾ വെനസ്ഡേ 18,000 May 21 ആണ്. ഓക്കെ, നമുക്ക് വായിക്കാം. ദ വിക്ഡ് വിച്ച് ഈസ് നോ മോർ, എന്താണ് വിക്ഡ് വിച്ച് ഇനിയില്ല. മഞ്ച്കിൻ ലാൻഡ് സെലിബ്രേറ്റ്, അപ്പം മഞ്ച്കിൻ്റെ ലാൻഡ് ഇന്ന് സെലിബ്രേഷൻ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. സ്റ്റാർ റിപ്പോർട്ടറാണ്. ഇൻ എ ബിഗ് സർപ്രൈസ് എ ലിറ്റിൽ ഗേൾ നെയ്മഡ് ടൊറോത്തി സേവ്ഡ് ദ മഞ്ച്കിൻ ഫ്രം ദ വിക്ഡ് വിച്ച്, എന്താണ് ഒരു ബിഗ് സർപ്രൈസ് ഉണ്ട്. ഒരു ചെറിയ പെൺകുട്ടിയായിട്ടുള്ള ടൊറോത്തി എന്ന നെയിമുള്ള ഒരു പെൺകുട്ടി മഞ്ച്കിൻസിനെ സേവ് ചെയ്തു. എവിടെ നിന്നാണ്? ആ ദുഷ്ടനായ മന്ത്രവാദിയിൽ നിന്നാണ്. ഹെർ ഹൗസ് വാസ് ലിഫ്റ്റഡ് ഇൻ എ ഹെവി സ്റ്റോം ദാറ്റ് ബ്രോക്ക് ഔട്ട് യെസ്റ്റർഡേ, നല്ല ഒരു സ്റ്റോം വന്നപ്പോൾ അവരുടെ വീട് എന്താണ് ബ്രോക്ക് ചെയ്യുകയും അത്
ലിഫ്റ്റ് ചെയ്യുകയും ചെയ്തു, മുകളിലേക്ക് പറക്കുകയും ചെയ്തു. ഇറ്റ് ഫെൽ ഓൺ ദ വിച്ച് കില്ലിങ് ഹെർ. അങ്ങനെ അത് നേരെ വന്ന് വീണത് നമ്മുടെ വിച്ചിൻ്റെ മേലായിരുന്നു. അങ്ങനെ അവൾ അതിനെ കൊന്നു, ആ വിച്ചിനെ കൊന്നു. ദ മഞ്ച്കിൻ സെലിബ്രേറ്റഡ് ദ ഡെത്ത് ഓഫ് ദ വിച്ച്. ആ വിച്ചിൻ്റെ ആ ഒരു മരണം മഞ്ച്കിൻസ് എല്ലാവരും സെലിബ്രേറ്റ് ചെയ്യുകയാണ്. ഇനി അടുത്തത് ഡൊറോത്തി വിസിറ്റ് ദ വിസാർഡ് ഓഫ് ഓസ്. എന്താണ് ഡൊറോത്തി ഓസിലെ വിസാർഡിനെ വിസിറ്റ് ചെയ്തതാണ്. ഓസ് May 21. Dorothy, the brave girl who killed the wicked witch, met the great wizard of Oz yesterday. എന്താണ്, ആ വളരെ ബുദ്ധിശക്തിയുള്ള ആ പെൺകുട്ടി നമ്മുടെ വിക്ഡ് വിച്ചിനെ കൊന്നിട്ടുള്ള ആ പെൺകുട്ടി എന്താണ്, ഓസിലെ വിസാർഡിനെ ഇന്നലെ കണ്ടുമുട്ടി. ഷീ ഫേസ്ഡ് മെനി ചലഞ്ചസ് ടു റീച്ച് ദ എമറാൾഡ് സിറ്റി വേർ ദ വിസാർഡ് ലീവ്ഡ്. എന്താണ്, അവർക്ക് ഈ ഒരു ഇവിടെ ഈ ഒരു പ്രദേശത്ത് അതോ മഞ്ച്കിൻസിൻ്റെ ആ സ്ഥലത്ത് ഒരുപാട് ചലഞ്ചസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ അതൊക്കെ അവൾ ഫേസ് ചെയ്യുന്നുണ്ട്. ഷീ വിസിറ്റഡ് ദ വിസാർഡ് ആൻഡ് റിക്വസ്റ്റഡ് ഹിം ടു ഹെൽപ്പ് ഹെർ റീച്ച് ഹോം. എന്താണ്, അവൾ വിസാർഡിൻ്റെ അടുത്ത് പോയത് എന്തിനായിരുന്നു, അവൾക്ക് അവളുടെ ആ ഒരു ഹോമിലേക്ക് തിരിച്ചെത്താനുള്ള റിക്വസ്റ്റ് കൊടുക്കാൻ വേണ്ടിയിട്ടായിരുന്നു. ദെൻ നെക്സ്റ്റ് വൺ, കിറ്റി ദ കാറ്റ് ഈസ് മിസ്സിങ്. The kitty went missing from the Little Munchkin Park on Friday. She is a brown cat with a black spot. She had a red collar. If you find Kitty, please contact the owner, Lily, or inform the nearest police station. അപ്പോൾ കിറ്റി എന്ന് പറയുന്ന ഒരു കാറ്റിനെ മിസ്സായിട്ടുണ്ട്. മഞ്ചിലെ ഒരു പാർക്കിൽ നിന്നായിട്ട് ഫ്രൈഡേ ആണ് മിസ്സായിട്ടുള്ളത്. അവൾ എങ്ങനെയാണ്, ബ്രൗൺ കാറ്റാണ്, ബ്ലാക്ക് സ്പോട്ട് ഉണ്ട്, വളരെ റെഡ് കോളർ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇവിടെ കിട്ടുകയാണെങ്കിൽ എന്താണ്, ഒന്നുകിൽ ഓണറെ അറിയിക്കുക അല്ലെങ്കിൽ അടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ അറിയിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. നെക്സ്റ്റ് ഒരു കാർട്ടൂണാണ് ദ മിറാക്കിൾ ഇൻ മച്കിൻ ലാൻഡ് അല്ലേ. യു സേവ്ഡ് അസ്, യു ആർ അവർ ഹീറോ. അതൊരു എന്താണ്, നമ്മുടെ ഡൊറോത്തി സേവ് ചെയ്തപ്പോൾ അവർ പറയുന്ന ഒരു ചെറിയ കോഡ്സ് ഒരു കാർട്ടൂൺ പോലെ കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ ഇതാണ് അവിടുത്തെ ന്യൂസ് പേപ്പർ എന്ന് പറയുന്നത്. ഇനി ഇതിൻ്റെ തൊട്ടടുത്ത പേജിൽ കുറച്ചും കൂടെ ഉണ്ട്, റീഡ് എ ബുക്ക്. ഏത് ബുക്കാണ്, അഡ്വഞ്ചർ അവേറ്റ്സ് ഇൻ എ ഗുലിവേഴ്സ് ട്രാവൽസ്. Gulliver's Travel is a great book. It is written by Jonathan Swift. It is about a man named a Gulliver who goes on amazing adventures to different lands. He meets tiny people and giant people. ഇറ്റ്സ് റിയലി ഫൺ ടു റീഡ്. അപ്പോൾ എന്താണ്, ഇത്തരത്തിലുള്ള മഞ്ച്കിൻ്റെ പോലെ ചെറിയ ആളുകളെ കുറിച്ചിട്ടൊക്കെ എഴുതിയ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ബുക്കാണ്. അതിനെക്കുറിച്ചിട്ടാണ് അവിടെ പറയുന്നത്. നെക്സ്റ്റ് നോക്കൂ, ഗെറ്റ് ദ കൂളസ്റ്റ് ഹാറ്റ്സ്, സ്റ്റൈലിഷ് കംഫേർട്ട് മഞ്ച്കിൻ ഹിൻ ആറ്റ്സ്. എന്താണ്, മഞ്ച്കിൻ്റെ ആറ്റ് വളരെ സ്റ്റൈലിഷ് ആണ്, കംഫർട്ടബിൾ ആണ്, അതിന് ഓഫർ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് തന്നിക്കുകയാണ്. അതുപോലെ തന്നെ അവിടെ ടുഡേയ്സ് വെതർ റിപ്പോർട്ടിലും കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു പസിൽ കൊടുത്തിട്ടുണ്ട്, നമുക്ക് ആ പസിലൊന്ന് നോക്കാം. ക്രോസ്വേർഡ് പസിലാണ്. എക്രോസിൽ എന്താണ് കൊടുക്കേണ്ടത്, ദ ബിഗ് ബ്രൈറ്റ് ബോൾ ഇൻ ദ സ്കൈ. സ്കൈയിലെ ഒരു ബിഗ് ആയിട്ടുള്ള വളരെ വലിയ ഒരു ബ്രൈറ്റ് ആയിട്ടുള്ള ബോൾ, 3 letters ആണുള്ളത്. എന്താണത്, സണ്ണാണ്. ഓക്കെ, SUN സണ്ണാണ്. ആം എ കളർ ഇൻ ദ റെയിൻബോ. റെയിൻബോയിലെ ഒരു കളറാണ് ഞാൻ, 6 letters ആണ് ഉള്ളത്. കളർ ഏതാണ്, യെല്ലോ ആണ്. ഓക്കെ, യെല്ലോ. യു മേ സീ മീ ഇൻ ഡിഫറെൻറ്റ് ഷേപ്സ് ആൻഡ് കളേഴ്സ്. ഐ ക്യാൻ കവർ ഈവൻ ദ സൺ. എന്താണ്, നിങ്ങൾ എന്നെ ഒരുപാട് ഷേപ്പിലും കളറിലൊക്കെ കാണാറുണ്ട്, എനിക്ക് സണ്ണിനെയൊക്കെ എന്താണ് കവർ ചെയ്യാൻ വേണ്ടി പറ്റും. 5 letters ആണ് ഉള്ളത്. ഏതാണത്, ക്ലൗഡാണ്. ഓക്കെ, ക്ലൗഡ്. ദെൻ നെക്സ്റ്റ് വൺ ഡൗൺ ആണ്. ഹിയർ യു ക്യാൻ സീ സ്റ്റാർസ് അറ്റ് നൈറ്റ്. എന്താണ്, രാത്രിയിൽ നിങ്ങൾക്ക് സ്റ്റാർസൊക്കെ എൻ്റെ സ്ഥലത്താണ് കാണാൻ വേണ്ടി സാധിക്കുക. 3 letters ആണ്. ഏതാണിത്, സ്കൈ. എവിടെയാണ് സ്റ്റാർസ് കാണുക, സ്കൈയിലാണ് അല്ലേ. അപ്പോൾ അവിടെ എസും വൈയും ഉണ്ട്, കെ മാത്രം എഴുതി കൊടുത്താൽ മതി. ലാസ്റ്റ് വൺ, യു ക്യാൻ ഫീൽ ഇറ്റ് വെൻ ഇറ്റ് ബ്ലോസ്. എന്താണ്, നിങ്ങൾക്ക് ഫീൽ ചെയ്യാൻ പറ്റും, എന്നെ ബ്ലോസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്നെ ഫീൽ ചെയ്യാൻ വേണ്ടി പറ്റും. അതാരാണ്, വിൻഡാണ്. ഓക്കെ, അപ്പോൾ ഡബ്ല്യൂയും ഡിയും ഉണ്ട്, ഐയും എന്നും എഴുതി കൊടുത്താൽ മതി. ഇനി അടുത്ത പേജ് നോക്കാം. നെക്സ്റ്റ് ആണ് ആക്ടിവിറ്റി നമ്പർ 14 ആണ്. സം സ്നാപ്ഷോട്ട് ഫ്രം മച്കിൻ ടൈംസ് ആർ ഗിവൺ ബിലോ. പിക്ക് ഔട്ട് സ്യൂട്ടബിൾ വേർഡ്സ് ഫ്രം ദ ബ്രാക്കറ്റ് ആൻഡ് ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ്. ഇവിടെ താഴെ നമുക്ക് കുറച്ച് മച്കിൻ ടൈംസിലെ ആ ന്യൂസ് പേപ്പറിലെ കുറച്ച് സ്നാപ്ഷോട്ടാണ് തന്നിട്ടുള്ളത്. അപ്പോൾ അതിൽ സ്യൂട്ടബിൾ ആയിട്ടുള്ള വേർഡ്സ് ആ ബ്രാക്കറ്റിൽ നിന്നും എടുത്തെഴുതണം. ഒന്ന് കാർട്ടൂണാണ്. കാർട്ടൂൺ എന്ന് പറഞ്ഞാൽ എന്താണ്, നമുക്കറിയാം പിക്ചേഴ്സൊക്കെ വെച്ച് ചെറിയ ഡയലോഗ് കൊടുക്കുന്നതാണ് കാർട്ടൂൺ. അഡ്വർടൈസ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും വിൽപ്പന നടത്താൻ വേണ്ടി കൊടുക്കുന്നതാണ് അഡ്വർടൈസ്മെൻറ്റ്. ടൈറ്റിൽ ഓഫ് ദ ന്യൂസ് പേപ്പർ എന്ന് പറഞ്ഞാൽ ആ ന്യൂസ് പേപ്പറിൻ്റെ പേര്. ഹെഡ്ലൈൻസ്, മെയിൻ ആയിട്ടുള്ള ന്യൂസിൻ്റെ ഹെഡിങ് ആണ് ഹെഡ്ലൈൻസ്. അപ്പോൾ ഇവിടെ മച്കിൻ ടൈംസ് എന്നുള്ളത് എന്താണ്, ടൈറ്റിൽ ഓഫ് ദ ന്യൂസ് പേപ്പർ ആണ്. ഓക്കെ,
ആ ന്യൂസ് പേപ്പറിൻ്റെ ടൈറ്റിലാണ്. ദ വീക്ക്ഡ് വിച്ച് ഈസ് നോ മോർ മഞ്ച്കിൻ ലാൻഡ് സെലിബ്രേറ്റ്സ്. ഇതെന്താണ്? ഒരു ന്യൂസിൻ്റെ ഹെഡ്ലൈനാണ്. അത് നമ്മുടെ ഹെഡ്ലൈൻ എന്ന് പറയും. അടുത്തത് എന്താണ്? കാർട്ടൂണാണ്. ദ മിറാക്കിൾ ഇൻ മഞ്ച്കിൻ ലാൻഡ് എന്നുള്ളത് കാർട്ടൂണാണ്. നെക്സ്റ്റ് മഞ്ച്കിൻ ഇൻ ഹാറ്റ് എന്നുള്ളത് അഡ്വർടൈസ്മെൻ്റ് ആണ്. ഓക്കെ, അപ്പം ഇങ്ങനെയാണ് ഇത് ഓരോന്ന് ഡിഫറൻസ് ചെയ്തിട്ട് എഴുതേണ്ടത്. നെക്സ്റ്റ് 15th ആണ്. റീഡ് ദ ഫോളോയിങ് ന്യൂസ് പേപ്പർ റിപ്പോർട്ട് ആൻഡ് സെലക്ട് എ സ്യൂട്ടബിൾ ഹെഡ്ലൈൻ ഫ്രം ദ ഹെഡ്ലൈൻസ് ഗിവൺ ബിലോ. അപ്പോൾ താഴെ നമുക്ക് കുറച്ച് ഹെഡ്ലൈൻസ് തന്നിട്ടുണ്ട്. അതിൽ നിന്നും സ്യൂട്ടബിൾ ആയിട്ടുള്ളത് നിങ്ങളെടുത്ത് തിരഞ്ഞെടുത്ത് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അവിടെ എന്താണ് നമുക്കറിയാം, നമ്മുടെ ദൊറോത്തി എന്നുള്ള പെൺകുട്ടി ആ വിസാർഡിനെ കണ്ടതൊക്കെയാണ്. അപ്പോൾ അവിടെ എന്താണത് എഴുതേണ്ടത്? ദൊറോത്തി മീറ്റ്സ് ദ ഗ്രേറ്റ് വിസാർഡ് എന്നുള്ളതാണ് അവിടെ ഹെഡ്ലൈൻസ് ആയിട്ട് കൊടുക്കേണ്ടത്. നെക്സ്റ്റ് 16th one. ഹിയർ ആർ സം ഫ്ലവേഴ്സ് ഫ്രം ദ ലാൻഡ് ഓഫ് മഞ്ച്കിൻസ്. മഞ്ച്കിൻസിലെ കുറച്ച് ഫ്ലവേഴ്സാണ് താഴെ തന്നിട്ടുള്ളത്. ഏതൊക്കെയാണ്? ലോട്ടസ്, ഡാലിയ, ഹിബിസ്കസ്, ബ്ലൂബെൽസ്, ബൊഗേൻവില്ല, റോസ്, വാട്ടർ ലിലി, സെനിയ. ഇതൊക്കെയാണ് ഫ്ലവേഴ്സിനെ തന്നിട്ടുള്ളത്. ഇനി താഴെ നോക്കൂ. കളക്ട് ദ പിക്ചേഴ്സ് ഓഫ് ഫ്ലവേഴ്സ് ആൻഡ് മേക്ക് ആൻ ആൽബം. നിങ്ങളുടെ അടുത്ത് കുറച്ച് ഫ്ലവേഴ്സിൻ്റെ പിക്ചേഴ്സ് കളക്ട് ചെയ്യാനാണ്, എന്നിട്ട് ഒരു ആൽബം ഉണ്ടാക്കാൻ. റൈറ്റ് എ ഷോർട്ട് ഡിസ്ക്രിപ്ഷൻ ഓൾസോ. അതുപോലെ തന്നെ അതിനെക്കുറിച്ചിട്ട് ചെറിയ ചെറിയ ഡിസ്ക്രിപ്ഷനും നിങ്ങൾ കളക്ട് ചെയ്യുക. വൺ ഈസ് ഡൺ ഫോർ യു. ഒരെണ്ണം നിങ്ങൾക്ക് വേണ്ടി ചെയ്തിട്ടുണ്ട്. ഏതാണ്? സൺഫ്ലവറിനെ കുറിച്ചിട്ടാണ്. ദിസ് ഈസ് എ സൺഫ്ലവർ. ഇതെന്താണ്? ഇതൊരു സൺഫ്ലവർ ആണ്. ഇറ്റ് ഇസ് യെല്ലോ ഇൻ കളർ. ഇത് കളറിൽ യെല്ലോ ആണ്. ഇറ്റ് ബ്ലൂംസ് ഇൻ ദ മോർണിംഗ്. ഇത് രാവിലെ എന്താണ്? ബ്ലൂം ചെയ്യുകയും വിടരുകയും. ഇറ്റ് ലൈക്ക് ഇറ്റ്സ് ഫ്രാഗ്രൻസ്. എന്താണ്? നല്ല ഫ്രാഗ്രൻസ്, നല്ല മണവും അതിനുണ്ട്. ഇനി താഴെ ഒരു ലോട്ടസിനെ കുറിച്ചിട്ട് ഞാൻ പറഞ്ഞു തരാം എങ്ങനെയാണ് എഴുതേണ്ടത് എന്ന്. ഓക്കെ, ദിസ് ഈസ് എ ബ്യൂട്ടിഫുൾ ഫ്ലവർ. ദിസ് ഈസ് ദ നാഷണൽ ഫ്ലവർ ഓഫ് ഇന്ത്യ. ഇറ്റ് ഈസ് മോസ്റ്റ്ലി ഫൗണ്ട് ഇൻ പിങ്ക് ആൻഡ് വൈറ്റ് കളേഴ്സ്. ഇറ്റ് ഗ്രോസ് ഇൻ ദ മഡ്. എന്താണ്? നമ്മുടെ ഇന്ത്യയുടെ നാഷണൽ ഫ്ലവർ ആണ് ഇത്. നോർമലി പിങ്കും വൈറ്റുമാണ് കാണാറുള്ളത്. ഇത് മഡിലാണ്, ചെളിയിലാണ് ഉണ്ടാവുന്നത്. അപ്പോൾ ലോട്ടസിൻ്റെ പിക്ചറും കളക്ട് ചെയ്യുക, ഇതുപോലെ ചെറിയ ഡിസ്ക്രിപ്ഷനും എഴുതി കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന അത്രയും ഫ്ലവേഴ്സിൻ്റെ പിക്ചർ നിങ്ങൾ കളക്ട് ചെയ്യുക, ചെറിയ ചെറിയ ഡിസ്ക്രിപ്ഷൻ നിങ്ങൾ എഴുതുക. ഇനി അടുത്തത് നോക്കൂ. റീഡ് ആൻഡ് റിജോയ്സ് ദ ബേർ ആൻഡ് ദ ബ്രേവ് ഗേൾ. എന്താണ്? ഒരു കരടിയും നല്ല ബുദ്ധിയുള്ള ഒരു പെൺകുട്ടിയും. നമുക്ക് വായിച്ചു നോക്കാം. ദയ വെന്റ് ദ ജംഗിൾ ടു കളക്ട് ഫയർ വുഡ്. എന്താണ്? തീ കത്തിക്കാൻ വേണ്ടി കുറച്ച് വിറക് കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ദയ കാട്ടിലേക്ക് പോവുകയാണ്. എ ഹട്ട് ഇൻ ദ ജംഗിൾ. ഹു ഈസ് ഇൻസൈഡ്? ലെറ്റ് മീ സീ. എന്താണ്? ഈ ജംഗിളിൽ ഒരു ഹട്ട് എന്ന് പറഞ്ഞാൽ ചെറിയൊരു കുടിലുണ്ട്. ആരായിരിക്കും ഉള്ളിൽ? ഒന്ന് നോക്കാമെന്ന് പറയാണ് ദയ. അങ്ങനെ എന്താ ചെയ്യുന്നത്? ദയ അവിടെ പോകുമ്പോൾ അവിടെ ആരെ കാണുന്നത്? ബേറാണ് ഉള്ളത്. ഹൂ ആർ യു? വൈ ആർ യു ഹിയർ? എന്താണ്? നീ ആരാണ്? നീ എന്താ ഇവിടെ എന്ന് ചോദിക്കുകയാണ്. ഐ ആം സോറി, ഐ ലോസ് മൈ വേ. എന്താണ്? സോറി, എനിക്ക് എൻ്റെ വഴി തെറ്റിപ്പോയി. അപ്പോൾ എന്താ പറയുന്നത്? ബേർ പറയാണ്, വെൽ ഐ വാസ് ഇൻ സെർച്ചിങ് ഓഫ് എ കുക്ക്. എന്താണ്? ഓക്കെ നല്ലതാണ്, ഞാനിവിടെ ഒരു കുക്കിനെ, ഒരു ഫുഡ് ഉണ്ടാക്കാൻ ഒരാളെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. യു ആർ മൈ കുക്ക് ഫ്രം ടുഡേ ഓൺവേർഡ്സ്. നീയാണ് ഇന്നു മുതൽ എൻ്റെ കുക്ക്. ഓ പ്ലീസ് ലെറ്റ് മീ ഗോ, മൈ ഗ്രാൻഡ്മ ഈസ് അലോൺ അറ്റ് ഹോം. എന്താണ്? പ്ലീസ് ഞാൻ പൊക്കോട്ടെ, എൻ്റെ ഗ്രാൻഡ്മ ഒറ്റക്കാണ് എൻ്റെ വീട്ടിൽ എന്ന് പറയാണ്. അപ്പോൾ എന്താ ബേർ പറയുന്നത്? നോ ഗോ ടു കിച്ചൺ ആൻഡ് ബേക്ക് മീ സം കേക്ക്സ്. നീ കിച്ചണിൽ പോയിട്ട് എനിക്ക് വേണ്ടി കുറച്ച് കേക്ക് ഉണ്ടാക്കിയെന്ന് പറയാണ്. അപ്പോൾ ദയ ആലോചിക്കുകയാണ്, ഐ ആം ട്രാപ്ഡ്. ഞാൻ കുടുങ്ങിപ്പോയി. ഐ മസ്റ്റ് പ്ലേ എ ട്രിക്ക് ടു സേവ് മൈ സെൽഫ്. എന്തെങ്കിലും ട്രിക്ക് ഉപയോഗിക്കണം എനിക്ക് എന്നെ സേവ് ചെയ്യണമെങ്കിൽ എന്ന് ആലോചിക്കുകയാണ്. നോക്കൂ എന്താ ഉണ്ടായത് എന്ന്. ദയ ബേക്ക്ഡ് സം കേക്ക്സ്. അങ്ങനെ ദയ കുറച്ച് കേക്കൊക്കെ ഉണ്ടാക്കി. ദ ബേർ എൻജോയ്ഡ് ദ ഡിലീഷ്യസ് കേക്ക്. അങ്ങനെ എന്താണ്? ബേർ അത് വളരെ എൻജോയ് ചെയ്തിട്ട് ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്ലീസ് ലെറ്റ് മീ ഗോ ഹോം ആൻഡ് ഗീവ് ദിസ് കേക്ക് ടു മൈ ഗ്രാൻഡ്മ. എന്താണ്? ഞാൻ എൻ്റെ വീട്ടിൽ പോയിട്ട് ഇതെൻ്റെ ഗ്രാൻഡ്മക്ക് കുറച്ച് കൊടുക്കട്ടെ എന്ന് ചോദിക്കുകയാണ്. ഡോണ്ട് ട്രൈ ടു ഫൂൾ മീ. നീ എന്നെ ഫൂൾ ചെയ്യാൻ വേണ്ടി നോക്കണ്ട. ഐ വിൽ ടേക്ക് ഇറ്റ് യുവർ ഗ്രാൻഡ്മ പാക്കേജ്. എന്താണ്? നീ ഇത് പാക്ക് ചെയ്തായോ ഞാൻ നിൻ്റെ ഗ്രാൻഡ്മക്ക് കൊണ്ടുകൊടുക്കാമെന്ന് പറയാണ്. അപ്പോൾ ദയ പറയാണ്, ഐഡിയ, ഐ വിൽ ഹൈഡ് ഇൻസൈഡ് ദ ഹാമ്പർ. എന്താണ്? ഞാനിതൊരു ഹാമ്പറിൻ്റെ ഉള്ളിലായിട്ട് കൊടുക്കാം. അപ്പോൾ ഓക്കെ എന്ന് പറയാണ്. ദ ബേർ എൻറ്റേർഡ് ദ വില്ലേജ്. ഡോഗ്സ്. എന്താണ്? അങ്ങനെ അവൾ പോവുകയാണ്. അപ്പോഴാണ് അവിടെ കുറേ ഡോഗ്സിനെ കണ്ടത്. അപ്പോൾ അവളെന്താണ്? ഹാമ്പറിൻ്റെ ഉള്ളിലായിട്ട് അവളും ഇരിക്കുന്നുണ്ട്. ദ ബേർ വാസ് അഫ്രൈഡ്. അങ്ങനെ ബേറിന് വളരെ പേടി തോന്നി. ഇറ്റ് പുട്ട് ദ ഹാമ്പർ ദർ ആൻഡ് റാൻ അവേ. അങ്ങനെ അതവിടെ ഇട്ടിട്ട് ആ കരടി ഓടുകയാണ് ചെയ്യുന്നത്. ദയ കെയിം ഔട്ട് ഓഫ് ദ ഹാമ്പർ. അങ്ങനെ ദയ എന്ത് ചെയ്തു? ആ ഹാമ്പറിൽ നിന്നും പുറത്തു വന്നു. മൈ ട്രിക്ക് വർക്ക്ഡ്. അപ്പോൾ എന്താ ദയ പറഞ്ഞത്? എൻ്റെ ആ ഒരു സൂത്രം ഫലിച്ചു എന്ന് പറയാണ്. ഇനി അടുത്തത്
ആക്ടിവിറ്റി 17 ആണ്. ഇവിടെ റീകാസ്റ്റ് ദ സ്റ്റോറി ഇൻ മൈ വേർഡ്സ്. എന്താണ് നമ്മൾ പഠിച്ചിട്ടുള്ള സ്റ്റോറി ഇവിടെ കുറച്ച് വേർഡ് ആക്കിയിട്ട് നിങ്ങൾ എഴുതുകയാണ് വേണ്ടത്. ഇവിടെ കുറച്ച് ക്വസ്റ്റ്യൻസ് തന്നിട്ടുണ്ട്, അതിൻ്റെ ആൻസർ പോലെ നിങ്ങൾ എഴുതിയാൽ മതി. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വേർ ഡിഡ് ഡൊറോത്തി ലീവ്, ഹൂ ലീവ്ഡ് വിത്ത് ഹെർ. എവിടെയാണ് ഡൊറോത്തി ജീവിക്കുന്നത്, അവളുടെ കൂടെ ആരൊക്കെയാണുള്ളത്. ഹൗ ഡിഡ് ദ സ്റ്റോം എഫക്ട് ദ ഹൗസ്. എന്തൊക്കെയാണ് ആ വീട്ടിലെ സ്റ്റോം വന്നപ്പോൾ ഉണ്ടായിട്ടുള്ളത്. വാട്ട് ഹാപ്പൻ ടു ഡൊറോത്തി ആൻഡ് ഹെർ ഹൗസ്. എന്താണ് ഡൊറോത്തിക്കും അവളുടെ വീടിനും സംഭവിച്ചത്. വേർ ഡിഡ് ദ ഹൗസ് ലാൻഡ്. എവിടെയായിരുന്നു അവളുടെ വീട് പോയി നിന്നത്. വാട്ട് ഹാപ്പൻ ടു ദ വിച്ച്. എന്തായിരുന്നു വിച്ചിന് സംഭവിച്ചിട്ടുണ്ടായിരുന്നത്. ഹൗ ഡിഡ് ദ മഞ്ച്കിൻ സെലിബ്രേറ്റ് ദ ഡെത്ത് ഓഫ് ദ വിച്ച്. എന്തുകൊണ്ടാണ് ആ മച്കിൻസ് ഈ വിച്ചിൻ്റെ മരണത്തെ ഇത്രയും ആഘോഷിച്ചത്. ഹൂം ഡിഡ് ഡൊറോത്തി മീറ്റ് അലോങ് വിത്ത് ടോട്ടോ. ടോട്ടോയുടെ കൂടെ ഡൊറോത്തി ആരെയാണ് കണ്ടുമുട്ടിയത്, ആരെയാണ് മീറ്റ് ചെയ്തത്. വാട്ട് ഹാപ്പൻ വെൻ ദ വിസാർഡ് വേവ്ഡ് ഹിസ് മാജിക് വാൻഡ്. വിസാർഡ് ആ മാജിക് വാൻഡ് ഒന്നിങ്ങനെ വേവ് ചെയ്തപ്പോൾ കുറച്ചിങ്ങനെ മൂവ് ചെയ്തപ്പോൾ എന്താണ് സംഭവിച്ചത്. വേർ ഡിഡ് ദ ഹൗസ് ലാൻഡ് ഫൈനലി. ഹൂ ഡിഡ് ഡൊറോത്തി മീറ്റ് ദർ. അപ്പോൾ ഫൈനലി ലാസ്റ്റ് അവർ എവിടെയാണ് എത്തിയത്, അവിടെ വെച്ചിട്ട് അവർ ആരെയാണ് കണ്ടുമുട്ടിയത്. ഈ ക്വസ്റ്റ്യൻസിനൊക്കെയുള്ള ആൻസർ ആയിട്ട് നിങ്ങൾ എഴുതുകയാണ് വേണ്ടത്. താഴെ ഒരു സ്പേസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നെറേറ്റ് ദ സ്റ്റോറി ഇൻ യുവർ വേർഡ്സ്. നിങ്ങളുടെ വേർഡ്സിൽ ആ സ്റ്റോറി എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. യു മേ ഡ്രോ സ്യൂട്ടബിൾ പിക്ചേഴ്സ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിന് പറ്റുന്ന പിക്ചേഴ്സും കൂടെ വരക്കാം. അപ്പോൾ നമുക്ക് ഈ സ്റ്റോറി ഒന്ന് എഴുതി നോക്കാം. ഓക്കെ. ഡൊറോത്തി എ ലിറ്റിൽ ഗേൾ ലീവ്ഡ് ഇൻ എ സ്മോൾ വുഡൻ ഹൗസ് വിത്ത് ഹെർ അങ്കിൾ ആൻഡ് ആൻ. Her house was in the middle of a meadow. When the strong wind came, the tree was toppled over. The house began to shake. The cups and plates in the cupboard slipped down. The mirror on the wall fell down and broken into pieces. When the storm roared, it lifted the house off the ground. Dorothy's house went to Munchkin's village. The house fell on the wicked witch and they died. The Munchkins celebrated their freedom by dancing. Dorothy and Toto to meet the Wizard of Oz. Wizard of Oz is a magician. The wizard waved his magic wand. The house appeared. Dorothy and Toto got it. It began to fly. Finally, the house landed on her village. There was a rainbow in the sky. Uncle and aunt very happy. അപ്പോൾ ഇതാണ് നമ്മുടെ ആ ഒരു സ്റ്റോറി. അതേപോലെ നിങ്ങൾ എഴുതുകയാണ് വേണ്ടത്. ഇനി അടുത്തത് 13th വണ്ണാണ്. ഒബ്സർവ് ദ പിക്ചേഴ്സ് ആൻഡ് റൈറ്റ് എ സ്റ്റോറി ഇൻ മൈ ക്രിയേറ്റീവ് സ്പേസ്. നിങ്ങളുടെ അടുത്ത് ഇവിടെ തന്നിട്ടുള്ള ഈ പിക്ചേഴ്സൊക്കെ ഒന്ന് നോക്കുക, എന്നിട്ട് ഇത് വെച്ചുകൊണ്ട് ഒരു സ്റ്റോറി എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, മൈ ക്രിയേറ്റീവ് സ്പേസ് എന്നുള്ള ഇവിടെ നിങ്ങൾ ആ സ്റ്റോറി എഴുതാം. അപ്പോൾ നമുക്ക് ആ സ്റ്റോറി ഒന്ന് എഴുതാം. വൺസ് അപ്പോൺ എ ടൈം ദർ വാസ് എ പുവർ ഗ്രാൻഡ് മദർ. എന്താണ്, പണ്ടൊരിടത്ത് ഒരു പാവപ്പെട്ട ഒരു അമ്മൂമ്മയുണ്ടായിരുന്നു. ദേ ഓൾസോ യൂസ്ഡ് ടു ഫെച്ച് വാട്ടർ ഫ്രം ഫാർ അവേ. അവരെന്താണ്, ആ വെള്ളമൊക്കെ ദൂരെ നിന്നാണ് എടുത്തുകൊണ്ട് വരുന്നത്. ദേ ഹാവ് എ ബ്രോക്കൺ പിക്ചർ ആൻഡ് ഗുഡ് പിക്ചർ. അവരുടെ അടുത്ത് കുറച്ച് പൊട്ടിയ ഒരു കുടമുണ്ട്, അതുപോലെ തന്നെ നല്ല ഒന്നുമുണ്ട്. ദേ ക്യാരി ഈച്ച് പിക്ചർ ഇൻ ബോത്ത് ഹാൻഡ്സ്. അപ്പോൾ അവർ അത് രണ്ടും രണ്ട് കയ്യിലും പിടിച്ചിട്ടാണ് വരാറുള്ളത്. എ ഗുഡ് പിക്ചർ യൂസ്ഡ് ടു മേക്ക് ഫൺ ഓഫ് എ ബ്രോക്കൺ പിക്ചർ. അപ്പോൾ അതിലെന്താണ്, ആ പൊട്ടിയ കുടം എപ്പോഴും നല്ല കുടം എപ്പോഴും പൊട്ടിയ കുടത്തിനെ ഇങ്ങനെ കളിയാക്കാറുണ്ട്. എ ബ്രോക്കൺ പിച്ച്ഡ് വിൽ വീപ്പ്. എന്താണ്, അവർ അതിങ്ങനെ എന്താണ് പൊട്ടിയിരിക്കില്ല, അപ്പോൾ ഇങ്ങനെ ചെറുതായിട്ട് വെള്ളം ഇങ്ങനെ വീഴുന്നുണ്ട്. ഹിയർ ഇൻ ദിസ് ദ ഗ്രാൻഡ് മദർ ടുക്ക് ബോത്ത് ദ പോട്ട്സ് ആൻഡ് വാക്ക്ഡ് ഔട്ട് വൺ ഡേ. അപ്പോൾ ഇത് കേട്ടപ്പോൾ ഗ്രാൻഡ് മദർ എന്ത് ചെയ്ത്, രണ്ടും കൂടെ എടുത്തിട്ട് ഒരു ദിവസം പോവുകയാണ്. ഹി വെൻറ്റ് ഔട്ട് ആൻഡ് എ ബ്രോക്കൺ പിക്ചർ വാസ് ഷോൺ ഫുൾ ഓഫ് ഫ്ലവേഴ്സ് ആൻഡ് ബട്ടർഫ്ലൈസ്. എന്താണ്, അപ്പോൾ അതിൽ ആ പൊട്ടിയ കുടത്തിൽ എന്ത് ചെയ്തു, കുറച്ച് പൂക്കളും അതുപോലെ തന്നെ ബട്ടർഫ്ലൈസിനൊക്കെ ഇട്ടു. ഓൺ ദ അതർ സൈഡ് there are dry plants. അപ്പോൾ മറ്റേ സൈഡിൽ എന്താണ്, ഫുള്ള് ഡ്രൈ ആയിട്ടുള്ള സ്ഥലമായിരുന്നു. ഗ്രാൻഡ് പാ ടോൾഡ് ദം ഡോണ്ട് മേക്ക് ഫൺ ഓഫ് സം വൺ ഇഫ് ദേ ഹാവ് എ ഫ്ലോ. ഓൾ ഹാവ് ദെയർ ഓൺ മെറിറ്റ്സ് ആൻഡ് എ പിക്ചേഴ്സ് വെർ ഹാപ്പി. അപ്പോൾ എന്ത് ചെയ്തു, ഈ ഒരു ഇത് കൊടുന്ന് വെച്ച സ്ഥലത്ത് നല്ല ഫ്ലവേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായി. പക്ഷേ നല്ല കുടമുള്ളിടത്ത് എന്താണ്, ഒന്നും സംഭവിച്ചില്ല. കാരണം എന്താണ്, അതിൽ വെള്ളം പോകുന്നില്ലല്ലോ അല്ലേ. മറ്റൊരു വെള്ളം ഇങ്ങനെ പോകുമ്പോഴാണ് ആ ഭൂമി നനഞ്ഞ് നന്നായിട്ടൊക്കെ പ്ലാന്റ് ഉണ്ടാവുന്നത്. അപ്പോഴാണ് ഗ്രാൻഡ്മ പറഞ്ഞത് എല്ലാവർക്കും അവരുടേതായ ഗുണങ്ങളും ദോഷങ്ങളും ഉണ്ടെന്ന്. അപ്പോൾ അവർക്ക് അവരുടെ ആ ഗുഡ് പിക്ചറിന് മനസ്സിലായി എന്താണ് സംഭവം എന്നുള്ളത്. അങ്ങനെ രണ്ടുപേരും നല്ല ഹാപ്പി ആയിട്ടിരുന്നു എന്നാണ് പറയുന്നത്.
ഇനി ഇതിലെ ലാസ്റ്റ് ആക്ടിവിറ്റി നമ്പർ 19 ആണ്. ഡിജിറ്റൽ ടാസ്ക് ആണ്. വീഡിയോ ക്ലിപ്പ്. ഹാവ് യു ഗോൺ ഫോർ എ ട്രിപ്പ്? നിങ്ങൾ എപ്പോഴേലും ഒരു ട്രിപ്പ് പോയിട്ടുണ്ടോ? നെറേറ്റ് യുവർ ട്രാവൽ എക്സ്പീരിയൻസ് ആൻഡ് പ്രിപ്പയർ എ വീഡിയോ ക്ലിപ്പ് സെൻഡ് ടു യുവർ ടീച്ചർ. അപ്പോൾ നിങ്ങളുടെ അടുത്ത് ഒരു ട്രാവൽ എക്സ്പീരിയൻസ് എഴുതാൻ, അതുപോലെ തന്നെ അതൊരു വീഡിയോ ക്ലിപ്പായിട്ട് ടീച്ചർക്ക് സെൻഡ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. നെക്സ്റ്റ് ഓഡിയോ ഡയറിയാണ്. റെക്കോർഡ് ദ ഓഡിയോ ഓഫ് വേരിയസ് സൗണ്ട്സ് ഇൻ നേച്ചർ സച്ച് ആസ് chirping ഓഫ് ബേർഡ്സ്, ദ റെയിൻ, swaying ഓഫ് ട്രീസ് എക്സെട്ര. സെൻഡ് ഇറ്റ് ടു യുവർ ടീച്ചർ അലോങ് വിത്ത് യുവർ വോയിസ് ഓവർ. എന്താണ് അപ്പോൾ നിങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടുള്ളത് നേച്ചറിൽ ഒരുപാട് സൗണ്ട്സ് ഉണ്ട് അല്ലേ. അപ്പോൾ അതേപോലെയുള്ള സൗണ്ട്സ്, ഇപ്പോൾ ബേർഡ്സിൻ്റെ സൗണ്ട്സ്, റെയിനിൻ്റെ സൗണ്ട്സ്, അതുപോലെ തന്നെ ട്രീസിൻ്റെ സൗണ്ട്, ഇതൊക്കെ റെക്കോർഡ് ചെയ്തിട്ട് നിങ്ങളുടെ വോയിസും കൊടുത്തുകൊണ്ട് ടീച്ചർക്ക് സെൻഡ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതും കൂട്ടുകാർ ചെയ്ത് നോക്കുക. അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ ഈ ഒരു പാഠഭാഗം എന്ന് പറയുന്നത്. ഇത് വലിയൊരു യൂണിറ്റാണ്. അപ്പോൾ ഇതിൽ ഒരുപാട് ആക്ടിവിറ്റി ഉണ്ടായിരുന്നു. എല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്തു. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.